ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയ ഹിജാബ് ധരിച്ചൊരു പെണ്ണുണ്ട് UAE-യിൽ നിന്ന്. നൂറ അൽ മത്രൂഷി ഹിജാബ് ധരിക്കുന്ന പെണ്ണായിരുന്നു. സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ, സ്പേസ് വാഹനത്തിൽ കയറാൻ, സയന്റിസ്റ്റ് ആകാൻ ഒരിക്കലും ആ തട്ടം അവൾക്ക് തടസ്സമായിട്ടില്ല. ഇന്നും മലപ്പുറത്ത് മാത്രമല്ല, എല്ലായിടങ്ങളിലും തലമറച്ച തട്ടമിട്ട എത്രയെത്ര IAS-കാരുണ്ട്, എത്രയെത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എത്രയെത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ ഒരിക്കലും മതചിഹ്നങ്ങൾ ഇതിനൊന്നിനും തടസ്സമല്ല. അത് സ്ത്രീകൾക്ക് മാത്രമല്ല. ഇപ്പൊ ഈ തലപ്പാവ് ധരിച്ച് എത്ര പേർ. ഞാനൊരു കോളേജിലെ ലെക്ചറാണ്. ഞാൻ ഇന്നുവരെ എൻ്റെ തലപ്പാവ് മാറ്റിയിട്ട് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല. എന്നാൽ ഞാൻ പഠിപ്പിക്കുന്നത് ഭൂരിഭാഗവും ഹിന്ദുക്കളായ കുട്ടികളെയാണ്. ഇന്നുവരെ എനിക്ക് തലപ്പാവ് മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല, തല മറക്കാതെ പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഏത് ഫീൽഡിലും ആണായാലും പെണ്ണായാലും മതകീയ ചിഹ്നങ്ങളെ മാറ്റിവെച്ചെങ്കിലേ ഉയരൂ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അത് ഭരണഘടനയ്ക്കെതിരാണ്. യു ക്യാൻ പ്രൊപ്പഗേറ്റ് പ്രോസസ് ദ റിലീജിയൻ. നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് അത് അനുഷ്ഠിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് ഭരണഘടന ആർട്ടിക്കിൾ 25 നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇതിനെതിരെ പ്രസംഗിക്കുന്നവർ അവർ രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ സൂക്ഷിക്കണം. വായപോയ കോടാലികളായി നിങ്ങൾ മാറരുത്. ചരിത്രം പഠിക്കണം. ചരിത്രം പഠിച്ചിട്ടല്ലാതെ ഇത്തരം വേദികളിൽ പോയി കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് എന്ന് മാത്രം ഉണർത്തട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കും. നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് തലമറക്കുന്നുണ്ട്? തലമറക്കുക എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇസ്ലാമിൽ നിർബന്ധമാണ്. ഒരു മുടി പോലും പുറത്ത് കാണിക്കൽ ഹറാമാണ് ഇസ്ലാമിൽ. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഇത്രയും ആക്ഷേപങ്ങൾ വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇസ്ലാം ഇസ്സത്തല്ലായിത്തീരുന്ന ഒരു കാലഘട്ടം വരും. ഇസ്സത്തല്ലാതായിത്തീരും. നിങ്ങൾക്ക് ഇസ്ലാമിന് വിലയില്ലാതെയാകും. ഇസ്ലാമിക ചിഹ്നങ്ങളോട് നിങ്ങൾക്കൊരു പുച്ഛം തോന്നും. അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോ നമ്മളെ അല്ലാഹു തരം താഴ്ത്തി കളയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ പെൺമക്കൾ എത്ര പേര് തലമറക്കുന്നുണ്ട്? തലമറക്കും. ഇങ്ങനെ ഒരു ഷാള് ക്രിസ്ത്യൻസ് പള്ളിയിൽ പോകുമ്പോൾ ഇടുന്നത് പോലെ അവർ പിന്നെ ഇച്ചിരി കൂടെ തലമറക്കും തോന്നുന്നു അല്ലേ? നമ്മൾ അത്ര പോലും ഇല്ല. നാണക്കേടല്ലേ മുസ്ലിം ഉമ്മത്തെ? നാണക്കേടല്ലേ? നമ്മൾ വലിയ ഹാജിയാരാണ്, നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയാണ്, ഉസ്താദന്മാരെ നന്നാക്കാൻ നടക്കുകയാണ്, എല്ലാം നന്നാക്കാൻ നടക്കുക. ആദ്യം സ്വന്തം കുടുംബം നന്നാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? തനിച്ച ഹറാമല്ലേ? അതുപോലെ തന്നെ വിവാഹ വേദികൾ നിങ്ങൾ നോക്കിയേ. ഏറ്റവും ഹൃദ്യമായൊരു സുന്നത്താണ് അന്നിക്കാഹു മിൻ സുന്നത്തി. എന്റെ സുന്നത്താണ് നിക്കാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കൃത്യമായി തലമറക്കുന്ന പുതുമണവാട്ടികൾ എത്രയുണ്ട്? കല്യാണത്തിൽ പിന്നെ എന്ത് ഹറാമാകുക അല്ലേ? ആ കല്യാണത്തിൽ പിന്നെ വല്ല ബർക്കത്തുണ്ടാവൂ? പുതുമണവാട്ടിക്ക് തലമറക്കണ്ട, മുടി മുഴുവൻ പുറത്ത് കാണിക്കാമെന്ന് ഏത് മതമാണ് നിങ്ങളെ പഠിപ്പിച്ചത് സഹോദരങ്ങൾ? ഏത് മതമാണ്? പാപ്പമാരെ, നിങ്ങളോട് പറയട്ടെ, വിരല് കടിക്കുന്ന നമ്മൾ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളുണ്ടല്ലോ, കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കള് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു സമയമുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ? മക്കള് പറയേണ്ടത്, പടച്ചവനെ ഞങ്ങളിങ്ങനെ നശിച്ചു പോകാൻ കാരണം, മക്കള് നരകത്തിലായിരിക്കും. നശിച്ചു പോകാൻ കാരണം ഈ ഹാജിയാരായ എൻ്റെ ബാപ്പായ. ഞാനിങ്ങനെ തലമറക്കാതെ നടക്കുമ്പോൾ മോളെ തലയിലെ മുടി നീ പുറത്ത് കാണിക്കല്ലേ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനേറെ പടച്ചവൻ ഇങ്ങനെ പോലും പറഞ്ഞു, അവരെ ഒന്ന് എൻ്റെ കാലിന്റെ ചുവട്ടിൽ കിടത്തുവല്ല, ഞാൻ അവരുടെ മുകളിൽ കയറി നൃത്തം ചെയ്യട്ടെ, അവരുടെ നെഞ്ചിൽ കൂടി ഞാൻ ചവിട്ടിപ്പൊളിക്കട്ടെ എന്ന് മക്കൾ നരകത്തിന്റെ മുമ്പിൽ നിന്ന് ആക്രോശിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നമുക്കെന്നാണോ ഇസ്ലാമിക ചിഹ്നങ്ങളെ വാല്യൂ ഇല്ലാതായത്, നമ്മുടെ വിലയെ അള്ളാഹു ഇടിച്ചു കളയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് രാഷ്ട്രീയക്കാർ മാത്രം പാലിച്ചാൽ പോരാ. നമുക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് മക്കളുള്ള എത്രയോ രക്ഷിതാക്കളുണ്ട്. നിങ്ങളുടെ മക്കൾ കോളേജിൽ പോകുമ്പോൾ കൃത്യമായി തലമറക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ പറയാമല്ലോ, എൻ്റെ ക്ലാസ്സിൽ പല കുട്ടികളും തലമറക്കാറില്ല. ഉസ്താദന്മാരെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മറക്കലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ സാറായി പോയതുകൊണ്ട് അതുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്താ ചോദിക്കേ, യാ അല്ലാഹ്, മരിച്ചു പോണ്ടേ? നമ്മൾ ഈ ദുനിയാവിൽ എത്ര നാളുണ്ടാവും? ഇത് നശ്വരമാണ്. അനശ്വരമായൊരു ലോകം നമ്മളെ കാത്തിരിപ്പില്ലേ? മരിച്ചു പോകണ്ടേ? ഇപ്പം 2 ദിവസം മുമ്പ് മരിച്ചത് 4-5 വയസ്സുള്ളൊരു കുട്ടിയാണ് ആക്സിഡൻറ്റിൽ, മദ്രസയിൽ പോയി വരുന്ന വഴി. ഇന്നിപ്പോൾ മരണപ്പെട്ടത് 49 വയസ്സുള്ള സഹോദരനാണ്. ഈ നമ്മുടെ മക്കൾ കോളേജിൽ പോയി വരുമ്പോൾ ഒരു വണ്ടി ഒന്ന് തട്ടിയാൽ പോരെ അല്ലേ?
ദീനി ഷിആറുകളില്ലാതെ ദീനിനോട് താല്പര്യമില്ലാത്ത കുട്ടികളായി നമ്മൾ വളർത്തിയിട്ട് ആ മക്കൾ മരിച്ചുപോയി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചവനെ ഞാൻ ഇങ്ങനെ നരകത്തിലേക്ക് വരാൻ കാരണം എൻ്റെ ബാപ്പയും ഉമ്മയുമാണെന്ന് ആക്രോശിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തേ നമ്മുടെ മനസ്സിൽ പേടിയില്ലാത്തത്? ആദ്യം കുടുംബം നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങണം. കുടുംബം നന്നാക്കിയിട്ട് പള്ളിയിൽ നന്നാക്കാൻ ഇറങ്ങണം. കുടുംബം നന്നാക്കാത്തവൻ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ഇറങ്ങിയാൽ ജൂതന്മാർക്ക് സമാനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തം കുടുംബത്തെ നന്നാക്കണം എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ.